ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. വേറെ നല്ലൊരു കുക്കിംഗ് വീഡിയോ ആണ്. നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് പ്രധാനപ്പെട്ട ഒരു ഡിഷാണ്. വേറെ നല്ല കപ്പയും ചിക്കൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ്. അപ്പോൾ എല്ലാവർക്കും അറിയാം എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത്. പക്ഷെ എന്നാലും ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് ഞാൻ വിവരിച്ച് പറയുന്നില്ല. നമ്മൾ കഴുകി വൃത്തിയാക്കിയ ശേഷം നമ്മൾ നന്നായിട്ട് മസാല വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ കപ്പ നന്നായിട്ട് പൊളിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നല്ലപോലെ നമ്മൾ കൊത്തി നുറുക്കിയാണ് നമ്മൾ അതിനെ വേവിക്കാൻ പോകുന്നത്. കൊത്തി നുറുക്കിയാണ് നമ്മളെ വേവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് എനിക്ക് പ്രധാനപ്പെട്ട അമ്മൊരു ജോലി വന്നു. വേറെ ഒന്നും നമ്മുടെ സവോള പൊളിക്കുക എന്നുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ജോലിയാണ് ഈ സവോള പൊളിക്കുക എന്ന് പറയുന്നത്. കാണുമ്പോൾ തന്നെ കരയാൻ വരും ഗൈസ്, ഭയങ്കര പാടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ കപ്പയ്ക്കുള്ള കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയുന്നൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്. പിന്നെ എനിക്ക് അതിൻ്റെ ഇടയ്ക്കൂടെ വിശക്കുന്നപ്പോൾ ഞാൻ ചെറിയൊരു ബിസ്ക്കറ്റ് കഴിച്ചു. നമ്മുടെ പൂച്ചക്കുട്ടൻ വന്നിട്ടുണ്ട്, അതിന് കുറച്ച് കൊടുക്കാണ്ട് നമ്മളത് ഫുഡ് കഴിക്കാൻ അനുവദിക്കില്ല. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ഫുഡൊക്കെ കൊടുത്തു. അപ്പം നമ്മുടെ ചിക്കൻ്റെ സാധനം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. നമ്മൾ കൂടുതൽ ഞാൻ പറയുന്നൊന്നുമില്ല. ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളിയൊക്കെ നന്നായിട്ട് അരിയുക. അതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടെ ചിരവി നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്നുണ്ട്. അത് നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ കപ്പ ആവിലിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കപ്പ ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് പാകമായിട്ടുണ്ട്. അപ്പം നമ്മൾ വലിയ പീസൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ മുറിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കപ്പ റെഡിയായപ്പോൾ അതിലോട്ട് നമ്മൾ അരപ്പ് തട്ടിക്കൊടുക്കുകയാണ്. അരപ്പ് തട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് നമ്മൾ അടിക്കാൻ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ തേങ്ങ ഇട്ടിട്ട് നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കപ്പ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ തേങ്ങയൊക്കെ ഇട്ടല്ലോ, അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ച സാധനം റെഡിയായി വന്നിട്ടുണ്ട്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അത് നമ്മൾ അരിയാൻ പോകുന്നത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അരിയുന്ന തൊണ്ട് പൊളിച്ചെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അരിയാൻ പോവുകയാണെങ്കിൽ ഇത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ജോലിയാണ് ഈ സവോള അരിയുക എന്നുള്ളത്. കാരണം വേറൊന്നുമല്ല, നല്ലപോലെ എനിക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ കണ്ണിൽ നിന്ന് കുടുകൂടാ വെള്ളം വരും കേസ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറയുന്നത് കേട്ടോ. എനിക്കിത് ഒട്ടും ഇഷ്ടമില്ലാത്ത ജോലിയാണ് ഈ സവോള അരിയുക എന്ന് പറയുന്നത്. ഇന്നാളെ ഈ സവോള അരിഞ്ഞിട്ട് എനിക്ക് ജലദോഷം വരെ പിടിച്ചു കേസ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പണിയാണ് സവോള അരിയുക എന്ന് പറയുന്നത്. ചുമ്മാ ഇങ്ങനെ കണ്ണീര് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് സവോള അരിഞ്ഞിട്ട് കാണാം. സവോള അരിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ തക്കാളി ഇടുന്ന കാര്യം പറയാൻ വിട്ടുപോയി ഗേസ്. അപ്പം നമ്മൾ തക്കാളി ഇടുന്നുണ്ട്, ആ കൂടെ മുളകും നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ ചിക്കൻ്റെ ഇതനുസരിച്ച് നമുക്ക് തക്കാളി ഇടാവുന്നതാണ്. ഒത്തിരി ഇടാൻ പാടില്ല, കാരണം പുളിയുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. ഓക്കെ, അപ്പം നമ്മൾ സവോളയും തക്കാളിയും മുളകും അരിഞ്ഞിട്ടുണ്ട്. കറിവേപ്പില നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വഴറ്റിയതിന് ശേഷം കാണാം. അപ്പം നമ്മുടെ കൂട്ട് വഴറ്റി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ വഴട്ടാം. ഇപ്പം ഞങ്ങൾക്കിത് മതി, അതുകൊണ്ട് ഇത് വഴറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ചേർക്കേണ്ട പൊടി ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് പറയേണ്ട കാരണം മുളക് പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി അതൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഒരു കൂട്ട് അരച്ച് വെച്ചിട്ടില്ലേ, അത് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കും. മറ്റേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് ആ കൂട്ട് നമ്മൾ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ജസ്റ്റ് ഇച്ചിരി ഒന്ന് കുഴച്ചെടുക്കുക. ഒത്തിരി വെള്ളം പാടില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കുക. എന്നിട്ട് നമ്മൾ അത്യാവശ്യം നല്ലപോലെ നമ്മൾ ഇളക്കി പിടിപ്പിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഈ ചിക്കൻ കറിയിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡിയായി വന്നിട്ടുണ്ട്. തിളയ്ക്കുന്നുണ്ട്, നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ചിക്കൻ ഇത് വെള്ളം വെച്ചിട്ട് പറ്റിച്ചതാട്ടോ. അടുപ്പിൽ വെച്ച് പറ്റിച്ച് വെന്ത ചിക്കനാണ്, അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ചിക്കൻ കറിയും കപ്പയും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇടുക്കിക്കാരുടെ സ്പെഷ്യൽ ഡിഷാണ് കപ്പയും ചിക്കൻ കറിയും. ഓക്കെ, അത് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും ബൈ.